അവരുടെ നേതാവ് വി ആർ അനൂപിന്റെ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞു തീരട്ടെ. നാണമില്ലെന്നൊക്കെ പറഞ്ഞ് ഇടപെടേണ്ടി വരില്ലേ? നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടണ്ടേ? താങ്കൾക്ക് വായി തോന്നുന്നു എന്തോന്ന് പറഞ്ഞു പോവോ? ഇല്ലേ, താങ്കൾക്ക് വായി തോന്നുന്നു എന്തോന്ന് പറഞ്ഞു പോവോ? ഇല്ലല്ലോ, താങ്കൾക്ക് വായി തോന്നുന്നു എന്തോ പറയാൻ പറ്റത്തില്ലല്ലോ. CPR ശിവശങ്കർ കുറച്ച് BP ഓർക്കെ, കുറച്ച് BP ഓർക്കെ. BP നല്ലതല്ല പ്രായത്തിൽ. CPR ശിവശങ്കർ ഇല്ല അതൊന്നും പറയണ്ട. CPR ശിവശങ്കർ അവരുടെ നേതാവിനെ പരമപന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി അനൂപിന് എന്താ പറയണ്ടേ? ഈ VD സതീശനെ പരമപന്നൻ എന്ന് വിളിച്ചിട്ടുള്ള മറ്റൊരു പന്നനായിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന പന്നനെയാണ് അവൻ വിളിച്ചിട്ട് മലമ്പനി പരത്തുന്ന കൊതുക്. ഒരു കൊതുകല്ലുള്ളൂ, പന്നാന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ. അവനെ പന്നാന്നും അല്ല വിളിക്കേണ്ടത്. ഈ പറഞ്ഞ നടേശൻ ഈ നാട് ചുറ്റും നടന്നിട്ട് ഇത്രയും വർഗീയതയും പറഞ്ഞ് നടക്കുന്ന ഈ അത്തിമുത്തി എത്തിയിട്ടുള്ള ഈ ചെന്നിമൂത്ത കിളവനെ പരമപന്നൻ അല്ല വിളിക്കുക, അതിനേക്കാൾ വലുത് വിളിക്കണം. സംഘികളുടെ കരച്ചിലേക്കാൻ ഭയങ്കര രസമല്ലേ? അങ്ങനെ ഒരു സംഘിനെ ഇന്നലെ ഹാഷ്മി 24 ന്യൂസിന്റെ ഡിബേറ്റിൽ വെച്ചിട്ട് സംഘിനെ സംഘി വധമായിരുന്നു ഇന്നലെ നടന്നത്. ഏതാണെങ്കിലും വായിക്ക് ഒരു എന്താ പറയുക ലൈസൻസും ഇല്ലാണ്ട് തൊള്ളെ തോന്നിയ ചെന്നി മാത്രം പറയാൻ നടക്കുന്ന ഒരു കുരിശ് നമ്മുടെ നാട്ടിൽ ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുതുതായിട്ടെന്നല്ല, പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെന്നി മൂത്തതിന് ശേഷം പിന്നെ ഈ വർഗീയത മാത്രം പറയുന്ന ഒരു തരം കുരിശ് നമ്മുടെ നടേശൻ. ആ നടേശന് എന്താണെന്നറിയില്ല, ഈ പ്രായം മൂത്തേ പിന്നെ വായി തോന്നുന്നത് മൊത്തം വർഗീയത മാത്രമാണ്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ, മുസ്ലിങ്ങൾക്ക് കിട്ടിയേ, ക്രിസ്ത്യാനിക്ക് കിട്ടിയേ, മുസ്ലിങ്ങൾക്ക് കിട്ടിയേ, ക്രിസ്ത്യാനിക്ക് കിട്ടിയേ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേന്ന് ഈ കുരിശ് പറയാൻ നടക്കുമ്പോഴും കുരിശിന്റെ നെഞ്ചത്ത് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ എന്താ പറയാ ഒരു ഫോട്ടോയും അതിന്റെ ഒരു ലാബിലുമാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതുപോലത്തെ വാണക്രിമി നാണങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം ദൈവം അങ്ങോട്ട് ഇത്രയും പെട്ടെന്ന് വിളിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും പ്രായമായി ഈ സമുദായത്തിനെ മൊത്തം പറ്റിച്ച് കിട്ടാവുന്നതൊക്കെ കിട്ടി, കുടുംബം നന്നാക്കി, കുടുംബക്കാരി നന്നാക്കി. ഇനി നന്നാവാത്തത് ആ സമുദായം മാത്രമാണെങ്കിൽ, ആ കൂട്ടത്തിൽ കുറച്ച് സമുദായക്കാർ നന്നായിട്ടില്ലെങ്കിൽ അത് ഈ ഒരു കുരിശിന്റെ മാത്രം കയ്യിലിരിപ്പോണ്ടാണ് അതൊക്കെ നടന്നത് എന്നുള്ള നമുക്ക് എല്ലാവർക്കും വരാം. ഏതാണെങ്കിലും ആ കുരിശിനെ ന്യായീകരിച്ച് വന്ന ഒരു സംഖ്യക്കാണ് ഹാഷ്മി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അതൊന്നും ആദ്യം കാണും. രാവിലെ തന്നെ ഒരു ചിരിക്കാനുള്ള ഒരു വകയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ പറഞ്ഞ എന്താ പറയാ കുരിശിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കുരിശിന്റെ പാർട്ടിക്കാർക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ, അതായത് നമ്മുടെ നടേശന് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാണും. PR ശിവശങ്കർ, നിലമ്പൂരെ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ മലപ്പുറത്തൊക്കെയാണ് പ്രശ്നം. ഒന്നും അല്ലെന്നാ പുള്ളി പറഞ്ഞു. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്. അത് ആ സ്ഥാനാർത്ഥി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. വെള്ളാപ്പള്ളിക്ക് മാത്രം അറിയാത്തതല്ല, വെള്ളാപ്പള്ളി കള്ളം പറയുന്നതാണ്. വെള്ളാപ്പള്ളി എന്ന് മലപ്പുറത്തെ പറ്റി പറഞ്ഞ കള്ളം അത് ഏറ്റുപിടിച്ചവരാണ് BJP. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കോട്ടയം ഏതാണ്ട് ക്രൈസ്തവ മേധാവിത്വമാണ്, അവിടുത്തെ എല്ലാം കുരിശിൻ്റെ വഴിക്കാർ കൊണ്ടുപോയി എന്ന ക്രൈസ്തവർക്കെതിരെ പറയുന്ന വ്യാജങ്ങളെയും BJP ഏറ്റുപിടിക്കുന്നുണ്ടോ ശ്രീ PR ശിവശങ്കർ? BJP ഏറ്റുപിടിക്കണോ എന്നൊക്കെ ഉള്ളതിനെ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഭാഗ്യം, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു ഭാഗ്യം ഞാൻ കണക്കാക്കുകയാണ്. 3 മാനസികാരോഗ്യ വിദഗ്ധരാണ് എൻ്റെ കൂടെ ചർച്ചയ്ക്കുള്ളത്. ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മാനസികാരോഗ്യ നിലയ്ക്ക് തകരാറുണ്ട് എന്ന് ഈ ഒരു ക്ലാസ്സിലും പോകാത്ത, അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത, ഈ വിഷയത്തിൽ ഇന്ന് മാത്രം വിജ്ഞാനമുള്ള ആളുകൾ ഒരു വ്യക്തിയെ, ഈ ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആരുമില്ല, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സുഖം കിട്ടുമെങ്കിൽ സന്തോഷമുള്ളൂ. പക്ഷേ അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല, അവതാരകർക്കും ചേർന്നതല്ല. അല്ല ശിവശങ്കര, അയാളെ തള്ളാൻ, അയാളെ പൊക്കാനും അയാളെ അസ്ത്രം നക്കാനും നീ അവിടെ വന്നിരിക്കുന്നില്ലേ? ബാക്കി 3 പാനലിസ്റ്റുകളും അയാൾ പറഞ്ഞ ചെറ്റത്തരം എടുത്തു കാണിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ അല്ലേ? അപ്പുറത്ത് ഇരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ ആൾക്കാരും ഒരു CPM-ന്റെ ആളും പിന്നെ ഒരു നിരീക്ഷകനോട്ടായിരിക്കും അല്ല, അങ്ങനെ ഈ വരുള്ളൂ. ഈ ആണെങ്കിൽ BJP, അതായത് ഈ പറഞ്ഞ കുരിശ് നടേശൻ തള്ളി പറഞ്ഞത്, അല്ലെ കുരിശ് നടേശൻ ഈ വർഗീയത പറഞ്ഞത് ആദ്യം മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ് ഇന്ന് ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞ് എല്ലാവരും കുരിശിന്റെ വഴിയാന്ന് പറഞ്ഞു. അപ്പം അത് രണ്ടും പറഞ്ഞ സ്ഥിതിക്ക് വർഗീയത മാത്രമേ ഈ കുരിശിന്റെ വായിന്ന് അല്ലെങ്കിൽ ഈ നടേശന്റെ വായിന്ന് വന്നിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പറഞ്ഞ വർഗീയതനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി നിന്റെ പാർട്ടിയാന്നുള്ളതും അറിയാം. അതുകൊണ്ട് നീ അവിടെ വന്ന് നിന്നാൽ ബാക്കി 3 പാർട്ടിക്കാരും ഈ പറഞ്ഞ എന്താ പറഞ്ഞ ആ ചെന്നിനെ കുറ്റമേ പറയുള്ളൂ. നീ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആസനം നീ താങ്ങിക്കും. അങ്ങനെയല്ലേ നിങ്ങളിപ്പോൾ ഈ ജനൻ TV പോലത്തെ മലൻ TVയിലും News 18ലും ഇങ്ങനത്തെ ചില ക്രിമി ന്യൂസുകളിലൊക്കെ നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാറ്? ഏതെങ്കിലും ഒരു പാവത്തിനെ കൊണ്ടിരുത്തും, അപ്പുറത്ത് 4 മുസംഗി സംഘി വകകളെല്ലാം കൂടെ വന്നിരിക്കും, എന്നിട്ട് വായി തോന്നുന്ന ചെറ്റത്തരം മൊത്തം വിളിച്ച് പറയും. അതങ്ങ് കേട്ട് സഹിക്കില്ലല്ലോ. അങ്ങനെ സഹിച്ചാൽ മതി ഇവിടെ.
ഇതിനൊക്കെ തിരിച്ച് ചോദ്യം ചെയ്യാൻ പോണോ ശങ്കരൻകുട്ടി? വേണോ? കെട്ട വർത്താനം എന്നെല്ലാം നിരന്തരം പറയുമ്പോൾ കെട്ട വർത്താനത്തിൻ്റെ അശ്വമേധം നടത്തുന്നു. 10 വർഷം പോലും കുളിച്ചാൽ മാറാത്ത ഗന്ധമുള്ള വർത്താനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം നീചമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് അദ്ദേഹത്തിൻ്റെ SNDP വിഭാഗത്തിൻ്റെ ഒരാളെയും കൂടി ഇരുത്തിയിട്ട് പറയും. എന്നിട്ട് പറയുകയാണ് ഈഴവ വിഭാഗത്തിൻ്റെ പിന്തുണയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെയാണോ പിന്തുണ? നിങ്ങളാണോ ജയിച്ചേക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആളുകളും പറഞ്ഞ ആളുകളൊന്നും ജയിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് പണി നിർത്തി പോകണം. കാരണം നിങ്ങളെല്ലാവരും തോക്കുമെന്ന അവസാന നിമിഷം പോലും പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടല്ലോ. അത് ഏത് വോട്ടും കൂടെ എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ പൊട്ട അങ്ങനൊന്നും വിഡിത്തം വിളിച്ച് പറയല്ലോ. നിന്റെ ഒക്കെ തലയിലേ ചെരുപ്പ് മാലൊക്കെ പോരെ, കൊടലുമാല ഇടേണ്ടി വരും. അമ്മാതിരി ഊളത്തരൊന്നും പറയല്ലേ. കള്ള വോട്ടും ചെയ്ത് പരമ കള്ളം ജയിച്ചിട്ട് സുരേഷ് ഗോപി ജയിച്ച വർത്താനം. സുരേഷ് ഗോപിയുടെ കാര്യം പറയല്ലേ, നമുക്ക് സമയമില്ല. ഡ്രൈവർ അടക്കം ഉടായ്പ വോട്ട് ചെയ്തേക്കുക. സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ല, അത് വോട്ട് അല്ല, നമുക്കത് ചർച്ച ചെയ്യാൻ കുറച്ച് നാൾ ചർച്ച ചെയ്താണല്ലോ. ഏതായാലും ജയിച്ചല്ലോ. നിങ്ങളെപ്പോലെ ഈ ഇവിടെ 24 അടക്കം അല്ലെങ്കിൽ റിപ്പോർട്ടർ അടക്കം പല ചാനലുകളും ഈ പറയുന്ന ബാർക്ക് റേറ്റിങ്ങിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തുന്ന കഥയും ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അത് കാരണം അതൊന്നും വേണ്ട. ആ കഥയൊന്നും ഇങ്ങോട്ടും പറയിപ്പിക്കാം. ശിവശങ്കറിന് സുരേഷ് ഗോപി പറഞ്ഞ മാത്രം ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇടയ്ക്ക് വെച്ച് വേണ്ടല്ലേ, ഞാൻ മറ്റൊരാരും പറഞ്ഞില്ലല്ലോ, ഞാൻ സംസാരിച്ച് തീരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പണി നിർത്ത്, അല്ലെങ്കിൽ ഞാൻ നിർത്താം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ അനൂപ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടാണ് കെ സുധാകരനെ പോലുള്ള ഏറ്റവും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുൻ KPCC പ്രസിഡന്റുമാർ ഒന്നും പറയാത്ത അത്രയും അശ്ലീലമായ ഏറ്റവും മോശമായ ഭാഷ, മലമ്പനി പരത്തുന്ന കൊതുക് എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് കേട്ട് ഹാഷ്മി പ്രതിപക്ഷ നേതാവിനെ പരമ പന്നൻ എന്ന് വിളിച്ച ഒരാളെ പിന്നെ എന്ത് പറയണം അനൂപിയാർ? പ്രതിപക്ഷ നേതാവിനെ പരമ പന്നൻ എന്ന് പറയുന്ന ഒരാളെ അനൂപിയാർ എന്താ പറയണ്ടേ? ഒരു ചർച്ചയ്ക്കെടുക്കുമ്പോ നിങ്ങൾ ഒരു അവതാരകൻ, നിങ്ങൾ അവിടെ പലതും പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി, പലരും പൊറോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് തനിക്ക് നാണം ഒരു ഇച്ചിരിയെങ്കിലും ഉണ്ടടാ ചങ്കരൻ പൊട്ട. ഈ VD സതീശനെ പരമ പന്നൻ എന്ന് വിളിച്ചിട്ടുള്ള മറ്റൊരു പന്നനായിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന പന്നനെയാണ് അവൻ വിളിച്ചിട്ട് മലമ്പനി പരത്തുന്ന കൊതുക്. ഒരു കൊതുകല്ലുള്ളൂ, പന്നാന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ. അവനെ പന്നാന്നും അല്ല വിളിക്കേണ്ടത്. ഈ പറഞ്ഞ നടേശൻ ഈ നാട് ചുറ്റും നടന്നിട്ട് ഇത്രയും വർഗീയതയും പറഞ്ഞ് നടക്കുന്ന ഈ അത്തിമുത്തി എത്തിയിട്ടുള്ള ഈ ചെന്നി മൂത്ത കിളവനെ പരമ പന്നനല്ല വിളിക്കുക, അതിനേക്കാൾ വലുത് വിളിക്കണം. ഒരു കൊതുകെന്നെ വിളിച്ചിട്ടില്ല, അതിന് സമാധാനിച്ചോ നീ കുറച്ചെങ്കിലും. എന്നിട്ട് ഇവിടെ കിടന്ന് കോണച്ചോണ്ടിരിക്കുക. അവരുടെ നേതാവ് VR അനൂപിന്റെ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞു നാണമില്ലെന്നൊക്കെ പറഞ്ഞ് ഇടപെടേണ്ടി വരില്ലേ? നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടണ്ടേ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? ഇല്ലല്ലോ, താങ്കൾക്ക് വായി തോന്നി എന്തോ പറയാൻ പറ്റത്തില്ലോ. PR ശിവശങ്കർ കുറച്ച് BP ഓർക്കെ, കുറച്ച് BP ഓർക്കെ. BP നല്ലതല്ല പ്രായത്തിൽ. PR ശിവശങ്കർ ഇല്ല അങ്ങൊന്നും പറയണ്ട. PR ശിവശങ്കർ അവരുടെ നേതാവിനെ പരമ പന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി അനൂപിന് എന്താ പറയണ്ടേ? ആ പരമ പന്നൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വെള്ളാപ്പള്ളിയാ പറഞ്ഞല്ല, ഞാനല്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ പരമ, ഞാൻ പറഞ്ഞല്ല. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പറയാൻ താങ്കൾ പറഞ്ഞേ നല്ല കാര്യം. ചാനലിൽ വന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേക്ക് ആഷ്മി അത് അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കേൾക്കാൻ വന്നവരടുത്ത് പറയുന്നു. നിങ്ങൾ ആരോടാ പറയണേ? നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു എന്താ പറയുക സ്വതന്ത്ര മാധ്യമം എന്ന് പറയുന്നതിന്റെ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വിൽക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് കാശ്മീർ. നിങ്ങൾ എത്ര ഭാഷയുടെ അടിച്ചാലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇൻട്രോയിൽ എന്താ പറഞ്ഞത്? BP കൂടി തനിക്കാണ് എന്ന് രാവിലെ കൂടുണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് താങ്കളാണ് റിവൈൻഡ് ചെയ്യേണ്ടത്. താങ്കൾ ഈ ചുരുങ്ങിയ സമയത്തിൽ താങ്കൾ എന്തൊക്കെ വാക്കാ പറഞ്ഞു PR ശിവശങ്കർ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹാഷ്മി എത്ര പ്രാവശ്യം അതിനകത്ത് ഇടപെട്ടെ? ഞാൻ വളരെ ശബ്ദം താഴ്ത്തിയല്ലേ പറഞ്ഞത്. എന്റെ അഭിപ്രായം എത്ര തവണയാണ് വിളിച്ചത് PR ശിവശങ്കർ? താങ്കൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വക്താവല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? ആലോചിച്ച് നോക്ക്, പക്വതയാണോ ആലോചിച്ച്. പക്ഷെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിരിക്കണോ? ഞാൻ ചോദിക്കട്ടെ, അനൂപ് പറഞ്ഞപ്പോ മലമ്പനി പരത്തുന്ന കൊതുകെന്ന് പറഞ്ഞപ്പോ ഹാഷ്മിയുടെ വായ എവിടെ പോയേ? പരമ പന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. വളരെ നല്ല വാക്കാണോ? പ്രതിപക്ഷ നേതാവിനെ പരമ പന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. എന്ത് മറുപടി?
എന്ത് മറുപടി? പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് വിളിച്ചതിന് മറുപടി അനൂപ് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, അത് താങ്കളുടെ ചാനലിൽ ഒന്ന് പറയണോ? അദ്ദേഹം മൈക്കേട്ട് റോട്ടിൽ നിന്ന് പറയട്ടെ. അനൂപിന്റെ സ്വാതന്ത്ര്യം റോട്ടിലിരുന്ന് പറയട്ടെ. അനൂപിന്റെ സ്വാതന്ത്ര്യം എന്റെ വീട്ടിലേക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത്. പരമപന്നൻ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അനൂപ് വിയാറിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കണം എന്നുള്ള കാര്യം. അത് ഞാൻ ഇടപെടാൻ പറ്റുമോ? അനൂപ് ആഷ്മി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അദ്ദേഹം വിളിച്ചോട്ടെ. അദ്ദേഹം മൈക്ക് കെട്ടി വെച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് ഇത് വിളിച്ചോട്ടെ. ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ വീടിന് മുമ്പിൽ നിന്ന് വിളിക്കാൻ തരുന്നുണ്ടെങ്കിൽ അതും വിളിക്കട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. ചാനൽ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചു വന്നിരുത്തിയിട്ട് ഈ മാന്യമായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ ഈ ടേബിളിൽ താങ്കളുടെ ഭാഷയും അതിലും വിചിത്രവും അവിവേകപരവും ഏറ്റവും അരോചകവുമായിരുന്നു എന്നുള്ളതായിട്ട് സംശയമില്ല. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് വേറൊരാളെക്കുറിച്ച് ഈ വൃത്തികെട്ട വാക്ക് പറയാനായിട്ട് നിങ്ങൾ ആർക്കാ അനുവാദം കൊടുത്തത്? അത് കോൺഗ്രസിൻ്റെ ഭാഷയാണോന്ന് കോൺഗ്രസ് നാളെ പറയട്ടെ. ഏറ്റവും മോശമായ മലമ്പനി വരുത്തുന്ന കൊതുക്, പിന്നെ അതേപോലെ അദ്ദേഹം പറഞ്ഞ വാക്കിന് തിരിച്ച് പറയുന്നില്ല, കാരണം അത് ഒരു മോശമായ ഇത് കാരണം നമ്മളൊക്കെ പലരുടെയും വീടുകളിൽ ആണ് ഈ ശബ്ദം എത്തുന്നത്. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സ്പേസ് കൊടുത്ത ഹാഷ്മിയുടെ അല്ലെങ്കിൽ ഈ 24-ൻ്റെ ഈ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് നാണക്കേടാണ്. നിങ്ങൾ ഈ പറയുന്ന ഇൻട്രോടൊക്കെ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇൻട്രോ ആണ്. അതൊന്നും ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ പറയരുത്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു തരാം. മലപ്പുറം വിഷയത്തിൽ നമ്മൾ എത്ര വേണേൽ ചർച്ച ചെയ്യാം. എത്ര സമയമുണ്ടോ? എനിക്കൊരു 5 മിനിറ്റ് തന്നെ ഞാൻ കണക്കിലെടുത്ത് തരാം. എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞല്ലോ 24 ഒരു മിനിറ്റ് അടുത്ത ഘട്ടത്തിലേ എപ്പോഴത്തെ ഞാൻ പല വർഷം പറഞ്ഞാണ് എൻ്റെ അടുത്ത കണക്കുകളുണ്ട്. ഇത്രയേറെ SNDP സമുദായത്തിന് പിന്തുണയുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് കെ ബാബുവിന് മാത്രം ജയിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന UDF-ലും കൂടിയിട്ട് കോൺഗ്രസിലും കൂടിയിട്ട് ഒരൊറ്റ ഈഴവ MLA മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഈഴവ സമുദായത്തിൻ്റെ SNDPയുടെ നേതാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ അവിടെയാണ് ചങ്കരം പൊട്ട തെറ്റുള്ളത്. നീയൊക്കെ കൂടി മലപ്പുറത്തുനിന്ന് 10 MLA നിനക്ക് ഈഴവരെ എടുത്ത് കൊണ്ടുവരണമായിരുന്നോ? കേരളത്തിൽ മൊത്തം കിട്ടിയതൊന്നും പോരെ. മലപ്പുറം മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കണോ? നിന്റെ കണ്ണാക്കിലോട്ട് തള്ളിത്തരാൻ വേണ്ടിയിട്ട് എടാ ഊളത്തരം പറയരുത്. കണക്ക് ഞാൻ പറഞ്ഞുതരാം നിനക്ക് അങ്ങോട്ട്. പിടിച്ചോ ഈ കണക്ക്. കുറേ ദിവസങ്ങളായി പലരുമായിട്ട് പല രീതിയിൽ അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു സംഘപരിവാണങ്ങൾ ഇതൊന്നും കാണുന്നില്ല ഈ കണക്ക്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര ആളുകൾ, എത്ര ഈഴവരും, എത്ര മുസ്ലിങ്ങളും, എത്ര ക്രിസ്ത്യാനികളും, അല്ലെങ്കിൽ എത്ര ഹിന്ദുക്കളും ഇവിടെ മന്ത്രിമാരായിട്ടുണ്ട്, ഇവിടെ MLA-മാരായിട്ടുണ്ട്, ഇവിടെ MP-മാരായിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ എത്ര മുസ്ലിങ്ങൾക്ക് സ്കൂളുകളും കോളേജുകളും, ഇവിടെ എത്ര ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളും സ്കൂളുകളും കോളേജുകളും, അതുപോലെ എത്ര ക്രിസ്ത്യാനികൾക്ക് സ്കൂളുകളും കോളേജുകളുള്ള കണക്ക് കുറേ കാലങ്ങളായി. കണക്കൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിപ്പോഴും കാണാത്തത് നിന്നെ പോലത്തെ 4-5 സംഘപരിവാണങ്ങളും പിന്നെ നായ്ക്ക് 40 വട്ടം വാ തുറന്ന വർഗീയത മാത്രം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ അത്തിമുത്തിയും ചെന്നിയും മൂത്തിട്ടുള്ള വെറും ചെറ്റകളായിട്ടുള്ള ആൾക്കാരുമാണ്. അതിലൊന്നും ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല. പൊന്നു ചങ്കരം പൊട്ട, ഇതിൽ കേട്ടോ. നിനക്ക് വെള്ളാപ്പള്ളിക്ക് നിനക്കൊക്കെ ഉള്ള കണക്ക് പിടിച്ച നീ കേരളത്തിലെ ജനസംഖ്യ അനുപാതമായിട്ട് ഇങ്ങനെയാണ് കണക്കുള്ളത്. അതായത് നായർ വിഭാഗം 12.5% കേരളത്തിലുള്ളത്. ബ്രാഹ്മണര് 0.5%, ഈഴവര് ഈ പറഞ്ഞ വെള്ളാപ്പള്ളിന്റെ ആ ഒരു സമുദായം 22.2% ഉണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടോ. പിന്നെ SC/ST വരുന്നത് 10.5%, മുസ്ലിങ്ങള് 26.9%, ക്രിസ്ത്യാനികൾ 18.3%. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരെ കണക്കൊന്നും എടുത്തു നോക്കാം നമുക്ക്. അതിൽ നായർ വിഭാഗം, നായരും പിന്നെ നമ്മുടെ സുരേഷ് ഗോപി നിന്റെയൊക്കെ സവർണന് അങ്ങോട്ട് ജനിക്കണം അടുത്ത ജന്മത്തിൽ എന്ന് പറഞ്ഞ ബ്രാഹ്മണന്മാരും കൂടെ, ഈ 2 കൂട്ടരും കൂടെ ഈ രാജ്യം, ഈ കേരളം ഭരിച്ചത് 35 വർഷവും 5 മാസവുമാണ്. 35 വർഷവും 5 മാസവും കേരളം പിറവിയെടുത്തതിന് ശേഷം ഉള്ളതാണ് കണക്ക് പറയുന്നത്. പിന്നെ ഈഴവര് ഭരിച്ച് 15 വർഷം കേരളം ഭരിച്ചത് മുഖ്യമന്ത്രിയായിട്ട്. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാർ ഭരിച്ചത് 12 വർഷവും 6 മാസവും ഭരിച്ചിട്ടുള്ളവർ. അതിൻ്റെയും താഴത്താണ് മുസ്ലിം, അതായത് വെറും 53 ദിവസം. CH മുഹമ്മദ് കോയ മുനീറിൻ്റെ ഫാദർ മരിച്ചത് വെറും 53 ദിവസം. അതായത് നമ്മൾ ഈ നാട്ടിൽ നായർ 12%, ഈഴവൻ 22%, മുസ്ലിം 26%, ക്രിസ്ത്യൻ 18% ഉള്ള സമയത്ത് 35 കൊല്ലം ഭരിച്ചത് നിൻ്റെ ഒക്കെ ബ്രാഹ്മണനും നിൻ്റെ ഒക്കെ നായന്മാരുമാണ്. പിന്നെ ഈഴവനാണ് രണ്ടാമത് 15 വർഷം ഈ രാജ്യം ഭരിച്ചത്. പിന്നെ ക്രിസ്ത്യൻ വിഭാഗം 12 വർഷം 6 മാസം ഭരിച്ചിട്ടുള്ളൂ. അതുപോലെ മുസ്ലിം ഒരു 53 ദിവസേ ഈ കേരള സംസ്ഥാനം മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചിട്ടുള്ളൂ. കേട്ടല്ലോ. ഇനി കണക്ക് അടുത്തത് വെച്ചോ. കേരളം രൂപീകരിച്ച മുതൽ കേരളത്തിൽ 2021 വരെയുള്ള കണക്കാണ്. മന്ത്രിമാരായിട്ട് ബ്രാഹ്മണനും
നിന്റെ നായരുമായിട്ടുള്ള മന്ത്രിമാർ 123 മന്ത്രിമാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഈഴവരായിട്ട് 64 മന്ത്രിമാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ MLA-മാരായിട്ടാണല്ലോ മന്ത്രിയായത് അല്ലേ. പിന്നെ ക്രൈസ്തവർ 87, മുസ്ലിങ്ങൾ 65, SC ST 19 ആൾക്കാരുമാണ് മന്ത്രിമാരായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 2021 വരെയുള്ള കണക്കിലുള്ളത്. ഇനി അടുത്തത് നിന്റെ വെള്ളാപ്പള്ളി കൊടേഷൻ്റെയും കണക്ക്. എയ്ഡഡ് സ്കൂളുകൾ, സാമുദായികപരമായിട്ടുള്ള സ്കൂളുകൾ ഉണ്ടല്ലോ, എയ്ഡഡ് സ്കൂളുകൾ, അതിൽ ഹിന്ദുവിൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകൾ 2957 സ്കൂളുകൾ, ക്രിസ്ത്യൻ 2956 സ്കൂളുകൾ, മുസ്ലിങ്ങളുടെ അണ്ടറിൽ വരുന്നത് വെറും 1384 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വിട്ടിട്ട് അടുത്തതെടുത്തോ, എയ്ഡഡ് കോളേജുകൾ, സാമുദായികപരമായിട്ട് എയ്ഡഡ് കോളേജുകൾ സ്കൂൾ കഴിഞ്ഞിട്ട് ഹിന്ദുക്കളുടെ അണ്ടറിൽ 95, ക്രിസ്ത്യൻ 63, മുസ്ലിങ്ങളുടെ 38. പ്രൈവറ്റ് അല്ല ഞാൻ പറഞ്ഞത്, എയ്ഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലോട്ടങ്ങ് കയറ്റി വെച്ചോ നീയൊക്കെ. അടുത്തത് സർക്കാർ ജോലിയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടില്ല ബ്രാഹ്മണ നായ വിഭാഗം 42% കേട്ടോ, 42% നമ്മുടെ സർക്കാർ ജോലികളിലെ പകുതിയോളം പോയി. പിന്നെ വരുന്നത് ഈഴവര 21%, 21.9%. പിന്നെ ക്രിസ്ത്യാനികളാ 18.25%. പിന്നെ മുസ്ലിങ്ങൾ 13.5%, SC ST 11.3%. അപ്പോൾ ഇത്രയും കണക്ക് വെച്ചിട്ട് വെള്ളാപ്പള്ളി മലപ്പുറത്തിനെ മാത്രം കേട്ടോ ആമ്പടം മറിച്ച് മലപ്പുറത്ത് മൊത്തം ഈഴവ MLA-മാരെയും MP-മാരെയും കയറ്റിയിട്ട് ഒരു കോണയ്ക്ക് അവന് കിട്ടാൻ പോകുന്നില്ല, അത് കിട്ടാനും പോകുന്നില്ല. മലപ്പുറത്ത് ഒരു ഇഴവനും ഇനിയിപ്പം ഇവിടെ ജാതി പറയാന്നൊക്കെ നീ തോന്നുന്നു, നീ അങ്ങനെ എടുത്തോ? ഇത്രയും ആൾക്കാർ ഇത്രയും കണക്കുണ്ടെങ്കിൽ മലപ്പുറത്തും കൂടി ഇഴവനെയും ബ്രാഹ്മണനെയും നായനെയും ഒക്കെ കയറ്റിയിട്ട് അവിടെ അങ്ങോട്ട് നായി നറുക്കിക്കളട്ട്. ഇതൊക്കെ കുറച്ചൊക്കെ ഒരു ബോധമാണ്. നാട്ടിലെ കണക്കറിഞ്ഞിട്ട് വേണം ചിലയ്ക്കാൻ. അത്തിമുത്തി മൂത്ത കിളവന്മാർ ഒരു ബോധം വിവരം ഇല്ലാണ്ട് എന്ത് ചെറ്റത്തരും വാ തുറന്ന് പറഞ്ഞാൽ അതിൻ്റെ കാസനവും മൂടും താങ്ങി നീയൊക്കെ ഇതുപോലെ വന്ന് ചാനലിൽ കിടന്ന് ചിലച്ചോണ്ടിരിക്കുകയുള്ളൂ. ചിലയ്ക്കാൻ പൊക്കത്തിലും നല്ലത്, നിനക്കൊക്കെ അതാണ് നല്ലത്. കണക്ക് പറയാത്ത ഓരോരോ മലവാണങ്ങൾ.